നമസ്കാരം. ഞാൻ അമലക്ഷയ്. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 33ാമത്തെ ക്ലാസ്സിലേക്കും അഡ്വാൻസ് ഫിലിം ഡയറക്ഷന്റെ 6ാമത്തെ ക്ലാസ്സിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രീ പ്രൊഡക്ഷനെ പറ്റിയായിരുന്നു അല്ലേ? അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ എന്താണെന്ന് പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറേയധികം പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രീ പ്രൊഡക്ഷന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ആക്ച്വൽ ഡയറക്ഷന്റെ ക്ലാസ്സിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡയറക്ഷന്റെ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് അതായത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള 5 റൂളുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ 5 റൂളുകൾ എന്തെല്ലാമാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 5 റൂൾസ് എന്തെല്ലാമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 180 ഡിഗ്രി റൂള്, 30 ഡിഗ്രി റൂള്, സ്ക്രീൻ ഡയറക്ഷൻ, കളർ തിയറി, റൂൾ ഓഫ് തേർഡ്. അപ്പോൾ ഈ 5 റൂൾസ് എന്തെല്ലാമാണെന്നും ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും ഇതെങ്ങനെയാണ് സിനിമയിൽ ഒരു ഡയറക്ടർ ചെയ്യേണ്ടത് തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 180 ഡിഗ്രി റൂൾ എന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് സിനിമയിൽ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഡയറക്ടറെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറെ സഹായിക്കുന്ന ഒരു റൂളാണ് ഈ പറയുന്ന 180 ഡിഗ്രി റൂൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു ഡയറക്ടർ ആണെങ്കിൽ നിങ്ങളുടെ കഥയിൽ 2 പേര് തമ്മിൽ സംഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 180 ഡിഗ്രി റൂൾ യൂസ് ചെയ്തുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ആ ഒരു ഷൂട്ടിംഗ് പക്കയായിട്ട് നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആ ഷൂട്ട് ചെയ്ത ആ ഒരു ഫുട്ടേജ് ഇല്ലേ, ആ ഒരു ഫുട്ടേജ് നിങ്ങൾ എഡിറ്റർക്ക് കൊടുക്കുന്ന സമയത്ത് എഡിറ്റർക്ക് അവിടെ ഒരു പ്രയാസവും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് എഡിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. എന്നാലും നിങ്ങൾ 180 ഡിഗ്രി റൂളും കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതെ വെറുതെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തിയിട്ട് ക്യാമറ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അയാൾ എങ്ങനെയൊക്കെ എത്ര നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവിടെ ജമ്പ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഐലൈൻ, അതായത് ഒരു ആൾ അങ്ങോട്ട് നോക്കുന്ന കണക്ക് തോന്നും, മറ്റൊരാൾ വേറെ എവിടെയോ നോക്കുന്ന കണക്ക് തോന്നും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു നാച്ചുറൽ ഫ്ലോ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോ പോകാതെ അടിപൊളിയായിട്ട് 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് 180 ഡിഗ്രി റൂൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെങ്കിൽ അതായത് ഞാനും ഇവിടെ ഒരു വ്യക്തിയുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാനും ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ആസ് എ ഡയറക്ടർ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടത് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനുണ്ട്, ഞാനും അതുപോലെ അമൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ എക്സ് എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലാണ് കോൺവെർസേഷൻ. ഞാനപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, എന്താണ് മോനെ സുഖമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എവിടെ ക്യാമറ വെക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ഞാനും ഈ പറയുന്ന എക്സും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിൽ ഒരു സർക്കിൾ ഇടുകയാണെങ്കിൽ, അതായത് ഇപ്പം ഒരു സർക്കിൾ ഇടുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഈ ലൈനിൽ ഇപ്പുറത്തേക്ക് ക്യാമറ ഒരു കാരണവശാലും പോകാൻ പാടില്ല. അതായത് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. അതായത് ക്യാമറ ഇവിടെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വരുന്നതാണ്. അല്ലെങ്കിൽ ക്യാമറ ഇപ്പുറത്താണ് വെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൊണ്ട് ഈ ഒരു ലൈൻ വരച്ചിട്ട് അതിനപ്പുറത്തേക്ക് ക്യാമറ വെക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ ക്രോസ് ചെയ്തിട്ട് ഈ ക്യാമറ ഇപ്പുറത്ത് വരാൻ പാടില്ല. അപ്പോൾ അതാണ് 180 ഡിഗ്രി റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എക്സ് ഇരിപ്പുണ്ട്, ഇവിടെ അമൽ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ നടക്കുകയാണ്. അപ്പം ഞാൻ അയാളോട് പറയുന്ന ഡയലോഗാണ് ഷൂട്ട് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ക്യാമറ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം, ക്യാമറ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. അതായത് ഈ എക്സ് എന്ന് പറയുന്ന ആളുടെ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ വരെ ഈ ക്യാമറ വരാം എന്നെ ഷൂട്ട് ചെയ്യാനായിട്ട്. ഒരിക്കലും ഇയാളുടെ ഈ ഷോൾഡർ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ക്യാമറ പോകാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ആക്സിസ് ജമ്പ് എന്ന് പറയും. അതായത് ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോയെന്ന് പറയാം. അങ്ങനെ പോകാനായിട്ട് പാടില്ല എന്നാണ് 180 ഡിഗ്രി റൂൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരെ ക്യാമറ വന്നു, അല്ലെങ്കിൽ ഇവിടെ ക്യാമറ വെക്കാം. അങ്ങോട്ട് ഞാനിപ്പോൾ അയാളോട് പറയുന്നു. അപ്പോൾ ഞാൻ ഇയാളോട് ഡയലോഗ് പറയുന്ന സമയത്ത് ഞാൻ ഈ ക്യാമറയുടെ എന്താ പറയുക, എനിക്കിപ്പോൾ കാണാൻ പറ്റുന്ന ക്യാമറയുടെ റൈറ്റ് സൈഡിലാണ് ഇയാളുള്ളത്. അപ്പോൾ ഞാൻ ഇയാളെ നോക്കിയിട്ട് ഡയലോഗ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഇയാൾ എന്നോട് തിരിച്ച് ഡയലോഗ് പറയുന്ന സമയത്ത് ക്യാമറ അവിടെ വെച്ചാൽ ഇയാളെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്യാമറ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഇവിടെ ക്യാമറ വെക്കുന്ന സമയത്ത് ഇയാൾ ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി എന്നോടാണല്ലോ ഡയലോഗ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഒരിക്കലും ക്യാമറയിലേക്ക് നോക്കിയിട്ടല്ല ഡയലോഗ് പറഞ്ഞത്, ഇയാൾ എന്നെ നോക്കിയിട്ടാണ് ഡയലോഗ് പറയുന്നത്. ആ സമയത്ത് ഈ സമയത്തും ഈ ക്യാമറ എൻ്റെ ഷോൾഡർ വരെ വരാം. ഒരിക്കലും ഈ ക്യാമറ എൻ്റെ ഷോൾഡർ ക്രോസ് ചെയ്തിട്ട് ഈ ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇയാൾ ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നോക്കുന്നത്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 180 ഡിഗ്രി റൂൾ പ്രകാരം ക്യാമറ വെക്കുന്ന സമയത്ത് ക്യാമറയുടെ റൈറ്റ് സൈഡിലാണ് ഇയാൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെ സംശയമുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. 180 ഡിഗ്രി റൂളിനെ പറ്റിയുള്ളൊരു
കംപ്ലീറ്റ് ആയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ, പല പല സിനിമകളുടെ എക്സാമ്പിൾ വെച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ദാ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ആ ഒരു റൂളിലേക്ക് പോകാം. അതാണ് 30 ഡിഗ്രി റൂള്. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി റൂൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു സീൻ എന്ന് പറയുന്നത് ഒന്നിലധികം ഷോട്ടുകൾ ചേരുന്നതാണ് ഒരു സീൻ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീൻ, അതായത് ഈ ഒരു സീൻ ഒരു സിനിമയിലെ സീനാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. അതായത് അമൽ എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രൊഫസറാണ്. ഞാൻ ഒരു ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾ കുറേയധികം വിദ്യാർത്ഥികളാണ് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഒരു സീൻ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലൊക്കേഷൻ എന്താണ്? ക്ലാസ് റൂമാണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ ക്യാരക്ടേഴ്സ് ആരാണ്? ഞാൻ പഠിപ്പിക്കുന്നു. കുറേയധികം വിദ്യാർത്ഥികൾ നിങ്ങൾ അവിടെ ഇരിക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ഷോട്ട് എന്ന് പറയുന്നത് ഇതാ ഒരു വൈഡ് ഷോട്ടാണ് കാണിക്കുന്നത്. അതായത് ക്ലാസ്സിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് അധ്യാപകനായി ഞാൻ പഠിപ്പിക്കുന്നു. ഏറ്റവും ബാക്കിൽ നിങ്ങൾ നിന്നിട്ട് കുറേയധികം വിദ്യാർത്ഥികൾ ഇരിക്കുന്നു. അധ്യാപകനായി ഞാൻ ദാ ബോർഡിൽ എന്തൊക്കെ എഴുതി പഠിപ്പിക്കുന്നു. അതാണ് നിങ്ങളുടെ ഷോട്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു വൈഡ് ഷോട്ട്. അതിനുശേഷം എൻ്റെ ഒരു ക്ലോസ് ഞാൻ ദാ ഇന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം കുറേ വിദ്യാർത്ഥികൾ ഇരുന്നു സംസാരിക്കുന്നു. അപ്പുറത്ത് കുറേ പേര് ഇരുന്ന് പ്രേമിക്കുന്നു. അങ്ങനെ കുറേയധികം വിഷ്വൽസ് ആണ് നിങ്ങളുടെ ഷോട്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കണക്ക് ആദ്യത്തെ ഷോട്ട്, എസ്റ്റാബ്ലിഷ് ഷോട്ട്, അങ്ങനെ കുറേ ഷോട്ടുകളൊക്കെ ലിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ അടിപൊളിയായി കളറായി നടന്നു. എന്നാൽ ഇവിടെ 30 ഡിഗ്രി റൂൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ 30 ഡിഗ്രി റൂളിൻ്റെ ആ ഒരു ഡെഫിനിഷൻ തന്നെ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഇഫ് ആൻ എഡിറ്റർ കട്ട്സ് ടു ദ സെയിം ക്യാരക്ടർ ഓർ ഒബ്ജക്റ്റ് ഇൻ ആൻ അനദർ ഷോട്ട്, ദ സെക്കൻഡ് ഷോട്ട് മസ്റ്റ് ബി പൊസിഷൻഡ് അറ്റ്ലീസ്റ്റ് 30 ഡിഗ്രി away ഫ്രം ദ ഫസ്റ്റ് ക്യാമറ സെറ്റപ്പ്. ഇഫ് ദ ക്യാമറ മൂവ്സ് ലെസ് ദാൻ 30 ഡിഗ്രി, ദ കട്ട് ബിറ്റ്വീൻ ഷോട്ട്സ് ക്യാൻ ലുക്ക് ലൈക്ക് എ ജംപ് കട്ട് ഓർ എ മിസ്റ്റേക്ക്. അതായത് 30 ഡിഗ്രി റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഷോട്ട് എടുത്തു, അതിനുശേഷം മറ്റൊരു ഷോട്ട് എടുത്തു, അതിനുശേഷം മറ്റൊരു ഷോട്ട് എടുത്തു. ഈ 3 ഷോട്ടുകളും ഒരേ ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഒരേ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ഇത്തരത്തിൽ ആ ആ ആദ്യത്തെ ഷോട്ടും രണ്ടാമത്തെ ഷോട്ടും മൂന്നാമത്തെ ഷോട്ടും തമ്മിൽ ഓരോ ഷോട്ടിനും ഇത്തരത്തിൽ 30 ഡിഗ്രി ആംഗിളിൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമ്മുടെ പഴയ എക്സാമ്പിളിലേക്ക് വരികയാണ്. ക്ലാസ് റൂമാണ്, ഞാൻ നിന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ഷോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ആദ്യത്തെ 3 ഷോട്ടുകളും, അതായത് എന്നെ തന്നെയാണ് കാണിക്കേണ്ടത്. അതായത് ഒരു എന്താ പറയുക, ആദ്യത്തെ ഷോട്ട് ഇതാ മോളിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ഷോട്ട് ഇതാ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. മൂന്നാമത്തെ ഷോട്ട് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 ഷോട്ടും നിങ്ങൾ എന്നെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനെന്ന് പറഞ്ഞ ക്യാരക്ടർ മാറുന്നില്ല. 3 ഷോട്ടിലും ഞാൻ തന്നെയാണ് സെയിം ക്യാരക്ടർ. അങ്ങനെ ഒരു സെയിം ക്യാരക്ടറിനോ അല്ലെങ്കിൽ ഒരു സെയിം ഒബ്ജക്റ്റിനെയോ നിങ്ങൾ തന്നെ അടുത്തടുത്ത ഷോട്ടുകളിലായിട്ട് വെക്കുന്ന സമയത്ത് ഓരോ ഷോട്ടിനും മിനിമം 30 ഡിഗ്രി ആ ഒരു ക്യാമറ ആംഗിളിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ പറയുന്നത് നിങ്ങളൊരു ഒബ്ജക്റ്റിൻ്റെയോ ഒരു ക്യാരക്ടറിൻ്റെയോ തന്നെ ഷോട്ട് വീണ്ടും വീണ്ടും എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഷോട്ടിലും ക്യാമറ വെക്കുന്ന ആ ഒരു ആംഗിളിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് 30 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം. അതായത് നിങ്ങൾ ആദ്യം എന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഞാനാണ് ക്യാരക്ടർ അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ഷോട്ട് ആദ്യം നിങ്ങൾ ഇവിടെ വെച്ചെടുത്തു. അതിനുശേഷം നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് ചെയ്യാൻ നേരം ഇവിടെ അടി വരും. അതായത് മനസ്സിലല്ലേ? ഈ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ടു അടുത്ത സെക്കൻഡ് ഷോട്ട് എഡിറ്റർ അവിടെ എടുത്തിടുന്ന സമയത്ത് അത് കട്ടാവില്ല, അടി വരും. അങ്ങനെ അടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഷോട്ട് ആദ്യം എടുത്തു, അതിനുശേഷം ക്യാമറ മാറ്റി വെക്കുന്നത് മിനിമം 30 ഡിഗ്രിയിൽ കൂടുതൽ ആംഗിളിലായിരിക്കണം. അപ്പോൾ ഇവിടെയാണ് ഒരു വട്ടം ക്യാമറ വെച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ എടുത്ത് കുറച്ച് ഇങ്ങോട്ട് വെക്കണം. അത് 30 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇത്തരത്തിൽ 30 ഡിഗ്രി കൂടുതൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ 30 ഡിഗ്രി കൂടുതൽ ഇങ്ങോട്ടോ ആയിരിക്കണം വെക്കേണ്ടത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സാധനം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അടി വരാതെ അത് കാണാൻ പറ്റുന്നതാണ്. എഡിറ്റർക്ക് അത് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരേ ഒബ്ജക്റ്റ് അല്ല നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഈ ഒരു 30 ഡിഗ്രി റൂൾ ഓട്ടോമാറ്റിക്കായിട്ട് 30 ഡിഗ്രിക്ക് മുകളിലേക്ക് പോയിക്കോളും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പം ഫസ്റ്റ് ഷോട്ട് എന്നെ ഇവിടെ കാണിച്ചു, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോട്ട് നിങ്ങളെയാണ് കാണിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് ക്യാമറ തിരിയും. ആ ഒരു സമയത്ത് 30 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും ക്യാമറയുടെ ആംഗിൾ വരുന്നത്. ആ ഒരു സമയത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് 30 ഡിഗ്രി റൂൾ എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് 180 ഡിഗ്രി റൂളും 30 ഡിഗ്രി റൂളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്ററെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, എഡിറ്ററിൻ്റെ വർക്ക് ഈസി ആക്കാനായിട്ട് അയാളെ സഹായിക്കുന്ന, ഡയറക്ടറെ സഹായിക്കുന്ന ഒരു റൂളാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ റൂളിലേക്ക് പോകാം. അതാണ് സ്ക്രീൻ ഡയറക്ഷൻ. അപ്പോൾ സ്ക്രീൻ ഡയറക്ഷൻ
എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ സീനിലേക്ക് വരാം. അതായത് ഞാനെന്ന അധ്യാപകൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു. നിങ്ങളെന്ന വിദ്യാർത്ഥികൾ അവിടെ ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയായിട്ട് വഴക്കിട്ടിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് ദേഷിച്ച് ഇറങ്ങി പോവുകയാണെന്ന് കരുതുക. അങ്ങനെ ഞാൻ ഇറങ്ങി പോകുന്ന സമയത്ത് അതായത് നിങ്ങൾ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ക്ലാസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു അധ്യാപകൻ ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഞാനെന്ന അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ അതായത് ഇവിടെയാണ് ഡോറെങ്കിൽ ഞാൻ ദാ ഇങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോകുന്നതോടുകൂടി ആ ഒരു ഷോട്ട് കട്ടായി. അതിനുശേഷം ക്ലാസ് റൂമിന് വെളിയിലൂടെ വരാന്തയിലൂടെ ഞാൻ അതായത് ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരാന്തയിലേക്ക് പോകുന്ന ഷോട്ടാണ് അടുത്ത വെക്കേണ്ടത്. ആ ഒരു സമയത്ത് ഞാൻ ഈ ഡയറക്ഷനിലേക്കാണ് ഇറങ്ങി പോയതെങ്കിൽ അടുത്ത ഷോട്ടിൽ ഞാൻ അതായത് സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഈ ഷോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ദാ എൻ്റെ എന്താ പറയുക എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഷോട്ടിലും ഞാൻ ഇത്തരത്തിൽ റൈറ്റ് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കണം ഇറങ്ങി പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പ്രേക്ഷകൻ ഇത്തരത്തിൽ ഒരു സ്ക്രീനിൽ നിന്ന് അടുത്ത സ്ക്രീനിലേക്ക് പോകുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ അയാൾ യാത്ര ചെയ്തു. അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരേ ഡയറക്ഷനിൽ യാത്ര ചെയ്തു എന്ന് തോന്നുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഷോട്ടിൽ ഡോറ് ഇവിടെയായിരുന്നു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് അടുത്ത സ്ക്രീൻ വരുന്ന സമയത്ത് അതേ സൈഡിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു കാണുന്ന പ്രേക്ഷകന് ഏത് ഡയറക്ഷനിലേക്കാണ് ഇയാൾ ഇറങ്ങിപ്പോയതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ക്രീൻ ഡയറക്ഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡിലേക്ക് മാത്രമല്ല, അതായത് ഫ്രണ്ടിലേക്കും പുറകിലേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഈ ഒരു കാര്യം ബാധകമാകുന്നതാണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ദേഷിച്ച് ഇറങ്ങി പോവുകയാണെങ്കിൽ അതെനിക്കിതാ നേരെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇപ്പം ഞാനാണെങ്കിൽ ഇത് ഈ കൈ ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ ലെൻസിന് അടുത്ത് വരെ വന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് പോകാൻ പറ്റും അല്ലേ? അങ്ങനെയാണ് ഞാൻ ക്യാമറയിൽ നിന്ന് ആ ഒരു ഷോട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ ഞാൻ അടുത്ത ഷോട്ടിൽ ഏത് ഭാഗത്ത് നിന്നാണ് എൻട്രി എടുക്കേണ്ടത്? അതായത് ഏത് ഡയറക്ഷനിലേക്കാണോ ഞാൻ പോയത് ആ ഒരു ഡയറക്ഷനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കണം വീണ്ടും ഞാൻ വരേണ്ടത്. അതുപോലെയാണ് ഞാനിപ്പം ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അതായത് ഞാനാണെങ്കിൽ ഞാൻ ഇത്തരത്തിൽ ഇങ്ങനെ ലെൻസിന് അടുത്തേക്ക് വന്നു ഇങ്ങനെ ലെഫ്റ്റാണ് പോകുന്നതെങ്കിൽ അടുത്ത ഷോട്ടിൽ ഞാൻ എൻട്രി എടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ അതായത് കാണുന്ന പ്രേക്ഷകന് എപ്പോഴും ആ ഒരു ക്യാരക്ടർ സഞ്ചരിച്ച ഡയറക്ഷൻ മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രീൻ ഡയറക്ഷൻ എന്ന് പറയുന്ന റൂൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി 4ാമത്തെ റൂളിലേക്ക് പോകാം. അതാണ് കളർ തിയറി. അതായത് നിങ്ങളെന്ന് പറയുന്ന ഡയറക്ടർ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ? അപ്പം സിനിമ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് നിങ്ങൾ വിഷ്വലിലൂടെയാണ് പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വിഷ്വലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിനിമയിൽ കളർ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ കളർ എങ്ങനെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ചോദിക്കുകയാണെങ്കിൽ രണ്ടിടത്താണ് കളർ പ്രധാനമായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട്. അതായത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സീനിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ആ ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സീനിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇട്ടിട്ടുള്ള കോസ്റ്റ്യൂമിന് ഒരു കളർ ഉണ്ടായിരിക്കും. ആ ഒരു കളറും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും 2 കളേഴ്സിലാണ് നിങ്ങളെന്ന് പറഞ്ഞ ഡയറക്ടർക്ക് കളിക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതിനെയാണ് നമ്മൾ കളർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ കളർ എങ്ങനെയാണെന്നും കളറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സിനിമാറ്റോഗ്രാഫർ നോക്കിക്കോളും. ആസ് എ ഡയറക്ടർ നിങ്ങൾക്ക് അതിലൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ സിനിമയുടെ കളർ ടോൺ എന്താണെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അല്ലാതെ മറ്റാരും തന്നെയല്ല. അപ്പോൾ ആ കളർ ടോൺ എന്താണെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് അത് സിനിമാറ്റോഗ്രാഫറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അയാളോട് പറയണം, ഓക്കെ എൻ്റെ പടത്തിൽ എനിക്ക് ഈ കളർ ടോൺ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അയാൾ നോക്കിക്കോളും. അങ്ങനെയാണെങ്കിൽ കളർ ടോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ KGF നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു പടത്തിൻ്റെ കളർ ടോൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ബ്രൗൺ, ബ്ലാക്ക് അങ്ങനെ അത്തരം ഒരു കളർ ടോണാണ് ആ ഒരു പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ളത്. അപ്പോൾ ആ കളർ ടോൺ എന്താണെന്ന് ഡിസൈഡ് ചെയ്തത് പ്രശാന്ത് നീലാണ്. എന്നാൽ ആ മുന്നിലേക്ക് ഓരോ സീനിലും ഓരോ കോസ്റ്റ്യൂമിലും ഓരോ ബാക്ക്ഗ്രൗണ്ടിലും എന്തെല്ലാം വേണം അത്തരം കാര്യങ്ങൾ അതായത് ഈ കളർ ടോണിനെ മാച്ച് ചെയ്യുന്ന ഇതിനെ മാച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറും മറ്റ് ആർട്ടിൻ്റെ ആൾക്കാരും കോസ്റ്റ്യൂം ഡിസൈനറും അവരെല്ലാം കൂടെ ചേർന്നാണ്. എന്നിരുന്നാൽ പോലും അതിൻ്റെ ആ ഒരു ടോപ്പ് ഡിസിഷൻ എടുത്തിട്ടുള്ളത് ഡയറക്ടറാണ്. അപ്പം നിങ്ങളൊരു ഡയറക്ടർ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുഴുവൻ സിനിമയിൽ ഏത് കളർ ടോണാണ് വേണ്ടതെന്ന് ആദ്യം തന്നെ സിനിമാറ്റോഗ്രാഫറോട് പറയുക. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി കളർ ടോൺ വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നിലേക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ സീനിലും നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തിനോടാണ് അതായത് ഏത് കഥാപാത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതായത് പ്രേക്ഷകൻ്റെ അറ്റൻഷൻ ഏത് കഥാപാത്രത്തിലേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവരുടെ ആ ഒരു കളറിൽ കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാഹുബലി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൽ ദേവസേന ഇത്തരത്തിൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് സേതുപതി ഇത്തരത്തിൽ അവരെ തടയുന്നുണ്ട്. ആ തടയുന്ന സമയത്ത് ആ ഒരു സീനിൽ ഇവിടെ ഡയറക്ടർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രേക്ഷകരുടെ ഫോക്കസ് പോകേണ്ടത് സേതുപതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് സേതുപതിയുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് കളറിനേക്കാളും കൂടുതലായിട്ട് ഇറിച്ച് നിൽക്കുന്ന ഒരു കളറാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കോസ്റ്റ്യൂമിൻ്റെ കളർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ
ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത ഷർട്ട് ഇട്ട ഒരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ അയാളിലേക്കായിരിക്കും ആൾക്കാരുടെ എല്ലാം ഫോക്കസ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു കളർ തിയറിയുടെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സീനിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരുടെയും ഫോക്കസ് സേതുപതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ആ ഒരു സിനിമയിൽ നിങ്ങൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് ഡയറക്ടർ ആരെയാണോ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അയാളുടെ കളർ എന്ന് പറയുന്നത്, അയാളുടെ കോസ്റ്റ്യൂമിൻ്റെ കളർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടുമായിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ കളർ തിയറിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ബേസിക് ആയിട്ടൊരു ഡയറക്ടർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 5ാമത്തെ റൂളിലേക്ക് പോകാം. അതാണ് റൂൾ ഓഫ് തേർഡ്. അതായത് റൂൾ ഓഫ് തേർഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, അതായത് ഒരു വീഡിയോ എന്ന് പറയുന്നത്, അതായത് നമ്മൾ സിനിമയെന്ന് പറയുന്നത് വീഡിയോ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതായത് കുറേയധികം ചിത്രങ്ങൾ ചേർന്നിട്ടാണ്, ചിത്രങ്ങൾ ഇങ്ങനെ ചലിച്ചാണ് ഒരു വീഡിയോ ഉണ്ടാകുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫോട്ടോഗ്രാഫിയിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. ഒരു ചിത്രം ആളുകൾ കാണുകയാണെങ്കിൽ അവരുടെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് പോകും. അപ്പം ആ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് കാണിക്കുന്നതാണ് ഇത്തരത്തിൽ റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഇത്തരത്തിലൊരു ഇത്തരം ലൈൻസ് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലി ഇത്തരം ലൈൻസ് വരുന്നതാണ്. അപ്പോൾ ഈ ലൈൻസിൽ ഇത്തരത്തിൽ ആ ഒരു സെൻട്രൽ 4 പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ സെൻട്രൽ 4 പോയിന്റ്സിലായിരിക്കും ആളുകളുടെ ഒരു ചിത്രം കാണുകയാണെങ്കിൽ, ഒരു ചിത്രം എടുത്ത് വെച്ചിട്ട് അതിലിങ്ങനെ നിങ്ങൾ 4 വരകൾ ഇടുകയാണെങ്കിൽ ആ 4 വരകളുടെ ഈ പറയുന്ന പോയിന്റ്സിലേക്കായിരിക്കും മനുഷ്യൻ്റെ കണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക. അതായത് ഹ്യൂമൻ ഐ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആംഗിളിലേക്കായിരിക്കും പെട്ടെന്ന് നോട്ടം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ ആ ഒരു ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എവിടേക്കാണോ നമുക്ക് ആൾക്കാരുടെ അറ്റൻഷൻ കൊടുക്കേണ്ടത് ആ കളർ ഡ്രസ്സ് ഇടുക. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മനുഷ്യൻ്റെ കണ്ണിൻ്റെ ആംഗിൾ അങ്ങനെ ആയതുകൊണ്ട് അവിടേക്കായിരിക്കും പ്രേക്ഷകരുടെ നോട്ടം പോകുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ അവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കാണുന്ന ആൾക്ക് നല്ല രസത്തിൽ കാണാൻ പറ്റും, പെട്ടെന്ന് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഫ്രെയിം എടുത്താലും, അതായത് നിങ്ങൾ സിനിമയിൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വെക്കുകയാണെങ്കിൽ ആ ഫ്രെയിമിലെല്ലാം തന്നെ നിങ്ങളുടെ പ്രധാന ക്യാരക്ടേഴ്സ് ഒരാൾ ഈ ഒരു ലൈനിലാണെങ്കിൽ മറ്റൊരാൾ ഈ ഒരു ലൈനിൽ നിർത്തുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതാണ് കൂടുതൽ ഭംഗിയായിരിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ റൂൾ ഓഫ് തിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സാധനമുണ്ട്. അതാണ് സിമെട്രിക്കൽ. അതായത് പറയുകയാണെങ്കിൽ സിമെട്രിക്കൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ LHS = RHS. അതായത് പറയുകയാണെങ്കിൽ പറഞ്ഞ ലൈൻസോ മറ്റു കാര്യങ്ങളോ എല്ലാം മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഒരു ഇമേജിനെ സെൻറ്ററിലേക്ക് നിർത്തിക്കൊണ്ട് ഇപ്പുറത്തെ സൈഡിലും തുല്യമായിട്ടുള്ളൊരു സംഭവം വെക്കും, ഇപ്പുറത്തെ സൈഡിലും തുല്യത ആയിരിക്കും. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ റൂൾ ഓഫ് തേർഡിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് അവിടെ 2 സൈഡിലും തുല്യതയില്ല, രണ്ടും രണ്ടായിട്ട് നിൽക്കുകയാണ്. എന്നാൽ സിമെട്രിക്കലുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇത് തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സിനിമയിൽ നിങ്ങൾക്ക് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട്, സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഇത് രണ്ടും മാറി മാറി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. എന്താണോ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഈ 5 റൂൾസ് എന്നും ഇത് എങ്ങനെയാണ് ഓരോ സിനിമയിലും അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ ഈ പറഞ്ഞ റൂളുകൾ എല്ലാം തന്നെ ഇത്തരത്തിൽ ആസ് എ ഡയറക്ടർ, ഒരു ബിഗിനറായിട്ടൊരു ഡയറക്ടർ വരികയാണെങ്കിൽ അയാളുടെ വർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന റൂൾസ് എല്ലാം തന്നെ കണ്ണും പൂട്ടി ഫോളോ ചെയ്യേണ്ട ഒരു സാധനമല്ല. അതായത് പറയുകയാണെങ്കിൽ എവിടെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് അവിടെയാണ് കൂടുതൽ ക്രിയേറ്റിവിറ്റി വരുന്നത്. അപ്പം ഞാൻ ഒരിക്കലും പറയുകയില്ല ഈ റൂൾസ് എല്ലാം തന്നെ കണ്ണും പൂട്ടി ഫോളോ ചെയ്തുകൊണ്ട് സിനിമ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ റൂൾസിനെ എല്ലാം തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണമെന്നും. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ റൂൾസും പറഞ്ഞിട്ടുള്ളത് അത് ഓരോരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ല? അല്ലെങ്കിൽ ഓരോ റൂൾസിനും അതിൻ്റേതായ ബെനിഫിറ്റ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു റൂള് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് ഈ റൂളെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു റൂള് തരുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു റൂള് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ റൂള് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇൻ കേസ് ആ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ റൂള് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ആ റൂള് തന്നിരുന്ന ആ ഒരു ബെനിഫിറ്റ് എങ്ങനെ ആ റൂള് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അത് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി റൂള് പഠിച്ചിരുന്നാൽ മാത്രമേ വൃത്തിയായിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് ആ പ്രശ്നത്തെയും സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഈ റൂൾസ് ഒന്നും തന്നെ വേസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഈ റൂളൊന്നും കണ്ടുപിടിച്ച ആൾക്കാരും മണ്ടന്മാരൊന്നുമല്ല. അവർ കൃത്യമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ആ റൂൾസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ആ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത് നിങ്ങൾ ആ റൂൾസ് നല്ലപോലെ പഠിച്ചിട്ട് അത് ബ്രേക്ക് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നും പഠിച്ചിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളനൊക്കെ ഈ 180 ഡിഗ്രി റൂളെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് അദ്ദേഹം പല സിനിമകളിലും ചെയ്തിട്ടുണ്ട്. അപ്പം ആ പ്രശ്നം, അതായത് 180 ഡിഗ്രി റൂള് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഐ കോൺടാക്റ്റ് മാറും, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മാറും, കാണുന്നതിന് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതാണ് അവിടെ 180 ഡിഗ്രി റൂള് ബ്രേക്ക് ചെയ്യാനുള്ള പ്രശ്നം. എന്നാൽ ക്രിസ്റ്റഫർ നോളൻ ബാറ്റ്മാൻ എന്ന് പറയുന്ന സിനിമയിൽ
വളരെ കിടിലമായിട്ട് ആ 180 ഡിഗ്രി റൂൾ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അയാൾ അതിനെ എല്ലാം തന്നെ കാറ്റി പറത്തിയിട്ടുണ്ട്. അതിനെ നമുക്ക് ക്രിയേറ്റിവിറ്റി ആണെന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കണം ഈ റൂൾസ് എല്ലാം തന്നെ ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും